തമിഴ് സിനിമയിലെ ഇപ്പോഴത്തെ ഒരു സിനേറിയോ എന്താണെന്ന് ചോദിച്ചാൽ രജനീകാന്ത് തന്റെ ഏജ് ഫാക്ടർ കാരണം അല്പം സ്ലോ ആണ്. എങ്കിലും പ്രോമിസിംഗ് ആയിട്ടുള്ള പല പ്രോജക്റ്റും തന്റെ കയ്യിലുണ്ട്. തലപതി വിജയ് പൊളിറ്റിക്സിലേക്ക് പോവുക മാത്രമല്ല ഇപ്പോൾ മുഖ്യമന്ത്രിയാവുകയും ചെയ്തു. അജിത് കുമാർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് കാർ റേസിലാണ്. അടുത്ത സിനിമയെ പറ്റിയുള്ള അനൗൺസ്മെന്റ് പോലും ഇതുവരെ വന്നിട്ടില്ല. ധനുഷ് വളരെ ഇമോഷണൽ മൂവീസ് എന്നുള്ള രീതിയിൽ പടങ്ങൾ ചെയ്ത് അത് ഹിറ്റ് ആവാതെ ഇരിക്കുന്നു. ചിമ്പു ഈ ഒരു ഫ്രെയിമിലെ ഇപ്പോൾ ഇല്ല. പ്രോമിസിംഗ് ആയിട്ടുള്ള അരസൻ മൂവി ഉണ്ടെങ്കിൽ പോലും പിന്നീടുള്ളത് ശിവകാർത്തികേയനാണ്. അമരൻ എന്ന ഹിറ്റിന് ശേഷം വന്ന പടങ്ങളെല്ലാം എബോ ആവറേജ് എന്നുള്ള രീതിയിൽ നിൽക്കുകയായിരുന്നു. ജയൻ രവിയുടെ കരിയറിനെ പറ്റി ഇപ്പോൾ ഒന്നും പറയാൻ പറ്റുന്നില്ല. പിന്നെ പ്രദീപ് രംഗനാഥൻ നല്ല രീതിക്ക് പൊക്കോണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഒരു ഫ്ലോപ്പ് മൂവി വിഘ്നേഷ് ശിവനോടൊപ്പം വന്നു. ഈ ഒരു അവസരത്തില് സൂര്യ എന്ന ആക്ടറിന് ഏറ്റവും അടുത്താണ് ഈ ടോപ്പ് 1 പൊസിഷൻ. നിരന്തരമായിട്ട് ഹിറ്റുകൾ കൊടുക്കുകയും നല്ല ബിസിനസ് നടക്കുകയും ചെയ്യുകയാണെങ്കിൽ ടോപ്പ് 1 പൊസിഷനിലേക്ക് സൂര്യക്ക് വളരെ വേഗം എത്താം. എല്ലാവർക്കും അതിനുള്ള ചാൻസ് ഉണ്ട്. എന്നാലും സൂര്യ നേരത്തെ ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു ബേസ് ഇപ്പോ മറ്റാരും ഇല്ലാത്ത ഒരു അവസ്ഥ എല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ സൂര്യക്ക് കൂടുതൽ ഒരു ചാൻസ് ഉണ്ട്. തക്ക എതിരാളികളായിട്ട് തന്നെ ശിവകാർത്തികേയൻ, ധനുഷ്, ചിമ്പു ഇവരൊക്കെ മുന്നിൽ തന്നെ ഉണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം. കീപ് സപ്പോർട്ടിങ്.